ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു കാവായി അഗ്നിയായി തന്നാത്മവർഷം. ഹല്ലേലൂയ ഓശാന സ്തോത്രഗീതിയ എല്ലാരും വാഴ്ത്തുന്നൊരത്വൈകനാദം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരും മത്തായി സുവിശേഷകനിലും ലൂക്കാ സുവിശേഷകനിലുമാണ് ഏറ്റവും കൂടുതലായി യേശുവിന്റെ ബാല്യകാലത്തെ പ്രതിപാദിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ലൂക്കാ സുവിശേഷകൻ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ജെറൂസലേം ദേവാലയത്തിലേക്ക് തിരുനാളിന് പോകുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ വെച്ച് യേശുവിനെ കാണാതാകുന്നതും തിരിച്ച് ഒരു ദിവസത്തെ വഴി പിന്നിട്ടതിനു ശേഷം ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ തിരിച്ച് ദേവാലയത്തിലേക്ക് പോയി അവിടെ വെച്ച് യേശുവിനെ കണ്ടെത്തുന്നതുമാണ്. ഇവിടെ ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു ഭാഗം യേശു മാതാപിതാക്കളോടൊപ്പം ജെറൂസലേമിലേക്ക് യാത്രയാകുന്നത് ഈ ഒരു കുടുംബം മാത്രമായിട്ടല്ല, മറിച്ച് ചുറ്റുപാടുമുള്ള കുടുംബങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു നടത്തമാണ്. അതൊരു പക്ഷേ 3 ദിവസമോ 2 ദിവസമോ നീളുന്നൊരു യാത്രയാണ്. ഇന്നത്തേതുപോലെയുള്ള വാഹന സൗകര്യങ്ങളൊന്നും അന്നില്ല. നമുക്കറിയാം, യേശു ജനിച്ചു വീണ ആ സമയം മുതൽ ഇത്തരത്തിലുള്ള യാത്രകൾ യൗസേപ്പിതാവും മാതാവും നടത്തിയിട്ടുണ്ട്. യേശു ജനിച്ച മാത്രയിൽ തന്നെ യാത്രയാകും. മിക്കവാറുമൊക്കെ നടന്നാണ് ആ കാലഘട്ടങ്ങളിൽ അവരൊക്കെ യാത്ര ചെയ്യുക. പ്രത്യേകിച്ച് മറിയം തന്റെ അമ്മായിയായ എലിസബത്ത് ഗർഭിണിയായി എന്ന വിവരം കേട്ട മാത്രയിൽ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള യാത്ര, അതും ഇതുപോലെ നടന്ന് ഉള്ള യാത്രയായിരുന്നു. ഈ യാത്രകളൊക്കെയും ദിവസങ്ങൾ നീളുന്ന യാത്രയാണ്. അതൊറ്റയ്ക്കല്ല ജെറൂസലേം ദേവാലയത്തിലേക്ക് പോവുക. പണ്ടുകാലത്തൊക്കെ ഒക്ടോബർ മാസത്തിലെ ജപമാല ശുശ്രൂഷകള് അന്ന് പുലർച്ചെ 2 മണിക്കോ 3 മണിക്കോ അല്ലെങ്കിൽ 4 മണിക്കോ ഒക്കെയാണ് ദേവാലയങ്ങളിൽ ഈ ജപമാല ശുശ്രൂഷകൾ നടന്നിരുന്നത്. അന്ന് രാവിലെകളിൽ നടത്താൻ കാരണം എല്ലാവരും കർഷകരാണ്, കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ വൈകുന്നേരം പള്ളിയിൽ നടത്തിയാൽ ഈ കാർഷിക മേഖലയിൽ നിന്ന് ജോലി കഴിഞ്ഞ് പള്ളിയിലെത്തുക സാധ്യമല്ല. അതുകൊണ്ട് അവർ പുലർച്ചെ ദേവാലയത്തിൽ ഈ ജപമാല ശുശ്രൂഷകളൊക്കെ നടത്തും. അത് ഇടവക മുഴുവനും ഈ ജപമാല ശുശ്രൂഷയിൽ പങ്കുകൊള്ളാൻ വന്നിരുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോ എല്ലാവരുടെയും സൗകര്യാർത്ഥം എല്ലാ ശുശ്രൂഷകളും തന്നെ വൈകുന്നേരത്തിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. കാരണം കാർഷിക വൃത്തിയിലേക്കുള്ള പ്രവേശനം ഇന്ന് വളരെ കുറവാണ്. എല്ലാം സാങ്കേതികമായ മേഖലകളിലും മറ്റു ജോലിസ്ഥലങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെയായി പോയിരുന്നതുകൊണ്ട് കാർഷിക മേഖലയിലേക്കുള്ള വിളി ഇന്ന് കുറവാണ്. ഞാൻ എന്റെ ഇടവകയിൽ +2 റിസൾട്ട് അറിഞ്ഞ മാത്രയിൽ കുട്ടികളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഏതൊക്കെ മേഖലകളിൽ അവർ പഠനത്തിൽ ഏർപ്പെടണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ
ക്ലാസ് നടത്തുകയായിരുന്നു. അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് ഒരു സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, മക്കളെ എത്ര പേര് ഈ കൃഷി മേഖലയിൽ ഈ കാര്യങ്ങൾ പഠിക്കാൻ പോകാൻ താല്പര്യമുണ്ട്? എന്നെ അത്ഭുതപ്പെടുത്തിയത് ആരും തന്നെ ആ മേഖലയെ തെരഞ്ഞെടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഞാനൊക്കെ എന്റെ പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം അന്ന് 1984 പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞ് എന്ത് പഠിക്കണമെന്നതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോഴാണ് അന്നത്തെ എന്റെ വികാരിയച്ഛൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠനത്തെക്കുറിച്ച് പറയുക. കളമശ്ശേരിയിലെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ്, അവിടെ പോയി പഠിക്കണം, നല്ലതായിരിക്കുമെന്ന് പറയും. അന്നൊക്കെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാമെന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടൽ പണിക്ക് പോവുക അത്രയേറെ ഒരു താഴ്ന്ന നിലയിലേക്ക് എന്ന് അനുമാനിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. അച്ഛന്റെ നിർദ്ദേശപ്രകാരം ഞാൻ അപേക്ഷ കൊടുക്കുകയും എനിക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു, ഒരു 1 ഇയർ കോഴ്സ്. അന്നൊക്കെ ഞാൻ പഠനം കഴിഞ്ഞ് ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ എന്റെ നാട്ടിലേക്ക് വരുമ്പോൾ നാട്ടില് ചിലപ്പോൾ ആളുകൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്, ഹോട്ടൽ പണിക്ക് പോകുന്നു. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഹോട്ടൽ മാനേജ്മെന്റ് പോലെയുള്ള ഫീൽഡുകളൊക്കെ ഹൈ ലെവൽ ആയിരിക്കുന്ന ഒന്നാണ്. അപ്പൊ ഈ ഒരു കൃഷിയിലേക്കുള്ള യാത്ര കുറയുന്നു. ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചത് ആദ്യകാലങ്ങളിൽ ജപമാല ശുശ്രൂഷകളൊക്കെ പുലർച്ചെ നടത്താൻ കാരണം ഒരുപക്ഷെ ഈ കൃഷി മേഖലയിലേക്ക് ആളുകൾ പോയതുകൊണ്ടാണ്. അതുകൊണ്ട് അന്ന് ഈ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ യേശു ഭക്തരായി എല്ലാം കർത്താവിൽ ആശ്രയിച്ചാണ് അവരൊക്കെ മുന്നോട്ട് പോയത്. ഈ കാലഘട്ടത്തിലും നമ്മുടെ വിശ്വാസ സമൂഹം ഈ യേശുവിൽ ആശ്രയിച്ച് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. ചെറിയ ഗ്യാപ്പിന് ശേഷം ഒത്തിരി വചനത്തെ ആശ്രയിക്കുകയും ദൈവത്തെ ആശ്രയിക്കുകയും വിശ്വാസ തീഷ്ണതയിലേക്ക് കടന്നു വരികയും ചെയ്യും. നമ്മൾ ഔസപിതാവിനെയും മാതാവിനെയും ഉണ്ണിയേശുവിനെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ദീർഘയാത്രയാണ് ജെറുസലം ദേവാലയത്തിലേക്ക്. അവർ ഒരുമിച്ച് ദേവാലയത്തിലേക്ക് യാത്രയാകുന്നു. ഒരു ദിവസത്തെ വഴി പെരുന്നാളിന് ശേഷം അവർ പിന്നിടുന്നു. അപ്പോൾ 3 ദിവസത്തെ യാത്രയാണ് ഇവരുടെ നാട്ടിൽ നിന്ന് ജെറൂസലേമിലേക്കുള്ളത്. അതിലൊരു ദിവസത്തെ വഴിയാണ് പിന്നിട്ടിരിക്കുന്നത്. അവിടെ വെച്ചാണ് യൗസപിതാവ് നോക്കുന്നത് ഉണ്ണിയേശുവിനെ കാണാനില്ല എന്നുള്ളത്. ഉണ്ണിയേശുവിനെ കാണാനില്ല എന്നുള്ളത് ചുറ്റുപാടുമുള്ള എല്ലാവരുടെ ഇടയിലും നോക്കി. കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അവരെല്ലാവരും സംഘമായി ചേർന്ന് ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്നു. ആ ജെറുസലേം ദേവാലയത്തിൽ പോയി തിരുനാൾ ആഘോഷിച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി നേർച്ച കാഴ്ചകൾ നിറവേറ്റി തിരിച്ചു പോരുന്നു. ഒരു ദിവസത്തെ വഴി പിന്നിട്ടപ്പോൾ കുട്ടിയെ കാണാനില്ല എന്നുള്ളത് ഔസപിതാവിന് മനസ്സിലാവും. അതുകൊണ്ട് ഔസപിതാവ് ചുറ്റുപാടും നോക്കിയിട്ട് കാണാതായപ്പോൾ പറഞ്ഞു പോയേക്കാം. എന്നാൽ അവിടെ മറിയം ചെയ്ത വളരെ ഒരു കാര്യമുണ്ട്. ചുറ്റുപാടും നോക്കിയിട്ട് ബന്ധുമിത്രാദികളുടെ ഇടയിൽ നോക്കിയിട്ട് കാണാതാകുമ്പോൾ മറിയം ഔസപിതാവിനോട് പറഞ്ഞു, വാ നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. അങ്ങനെ യൗസപിതാവും മാതാവും ഒരുമിച്ചുള്ളൊരു യാത്രയാണ് ജെറൂസലേമിലേക്ക്. ആ ഒരുമിച്ചുള്ള യാത്രയിൽ ജെറൂസലേം ദേവാലയത്തിൽ വെച്ച് കുട്ടിയെ കണ്ടുമുട്ടുന്നു. അവിടെ വെച്ച് അത്ഭുതമേറുന്ന മിഴികളോടെ ഉണ്ണിയേശുവിനെ കാണുകയും തിരിച്ചു പോരുമ്പോൾ ഉണ്ണിയേശുവിനോട് മാതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനും നിന്റെ പിതാവും ഏറെ ഉത്കണ്ഠപ്പെട്ടു, നീ എവിടെയായിരുന്നു? ആ ഒരു ചോദ്യവും അതിന്റെ ഉത്തരവും, ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ആ ചോദ്യം അവിടെ വളരെ പ്രസക്തമാണ്. ഇന്ന് മാതാപിതാക്കൾ ഏറെ ഭയപ്പെടുന്നത് മക്കളോട് ചോദ്യങ്ങൾ ചോദിക്കാനാണ്. മക്കളെ, എന്തുകൊണ്ട് നീ വൈകി? സ്കൂള് വിട്ടു വന്നാൽ, അല്ലെങ്കിൽ കോളേജ് വിട്ടു വന്നാൽ, അല്ലെങ്കിൽ പള്ളിയിലെ ശുശ്രൂഷകൾ കഴിഞ്ഞു വന്നാൽ മക്കളോട് മാതാപിതാക്കൾ ചോദിക്കാൻ ഭയപ്പെടുന്നു. എന്തുകൊണ്ട് എന്നുള്ളത് ചോദിക്കാൻ ഭയപ്പെടുന്നിടത്താണ് പ്രശ്നങ്ങൾ രൂപപ്പെടുന്നത് എന്നുള്ളതാണ്.
ചോദിക്കാൻ കഴിയണം. ഒരു മാതാവിനും ഒരു പിതാവിനും ചോദിക്കാൻ കഴിയണം. ഇന്ന് കുട്ടികള് സ്കൂള് വിട്ടു വന്നാൽ കുട്ടിയുടെ മൂടൊന്നു മാറി. അപ്പോൾ മാതാവിനോ പിതാവിനോ ചോദിക്കാൻ പറ്റണം, മകനെ അല്ലെങ്കിൽ മകളെ, എന്താ നിനക്ക് പറ്റിയത്? ഈ ഒരു ഷെയറിംഗ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലാതെ പോകുന്നു. ചോദിക്കാനുള്ളൊരു ഭയവും മടിയും. കാരണം മറ്റൊന്നുമല്ല, 1-2 മക്കളെ ഉള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ കാലമാണ്. കാലത്തിനനുസരിച്ച് കുട്ടികളെടുക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എങ്ങാനും ചോദിച്ചു പോയാൽ കുട്ടിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ പിന്നെ ഒരു ഭയം മാതാപിതാക്കളിൽ ജനിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് യേശുവിന്റെ മുമ്പിൽ ഈ ഒരു ചോദ്യം ചോദിക്കാൻ യാതൊരു മടിയും കൂടാതെ മാതാവ് മറിയമാണ് താല്പര്യമെടുക്കുന്നത്. അതാണ് ആ ചോദ്യവും അതിന്റെ ഉത്തരവും. ഇവിടെ മനോഹരമായൊരു സന്ദേശം നമ്മുടെ മുമ്പിൽ യൗസേപ്പിതാവും മാതാവും പങ്കുവയ്ക്കുന്നുണ്ട്. ഒന്നാമത്തേത്, യാത്ര ജെറുസലേമിലേക്ക്. അത് ഒരുമിച്ചുള്ളൊരു യാത്രയാണ്. അയൽ ബന്ധങ്ങളോടൊപ്പം, ബന്ധുമിത്രാദികളോടൊപ്പം ഉള്ളൊരു യാത്ര. ഇന്ന് ഞാനും എന്റെ ലോകവും എന്ന ഒരു തലത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ഞാനും എന്റെ കുടുംബവും. മറ്റുള്ളവരുമായി യാതൊരുവിധ ബന്ധങ്ങളോ സമ്പർക്കമോ ഇല്ലാത്തൊരവസ്ഥ. പ്രത്യേകിച്ച് അയൽവാസികള് അല്ലെങ്കിൽ ബന്ധുമിത്രാദികള്, ആ ഒരു തലത്തിലേക്കാണ് വരിക. കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾ, അവരും അവരുടേതായ ഒരു ലോകം. വിദേശ രാജ്യങ്ങളിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു കൾച്ചർ രൂപപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനി സമുദായത്തിൽ ഒരു വലിയ ആത്മബന്ധം കുടുംബങ്ങൾ തമ്മിലുണ്ട്. അതുകൊണ്ടാണ് ഓസ്ട്രേലിയയിലെ കർദിനാള് കഴിഞ്ഞ സിനഡിൽ വെച്ച് ഇങ്ങനെ പറയാൻ ഇടവന്നത്, കേരളത്തിൽ ക്രിസ്തീയ സമൂഹമുണ്ട്. ആ ക്രിസ്തീയ സമൂഹം വലിയൊരു കൂട്ടബന്ധത്തിലാണ്, വലിയൊരു കൂട്ടായ്മയിലാണ്, വലിയൊരു സ്നേഹബന്ധത്തിലാണ്. കാരണം അവരുടെ ഇടയിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്. ആ കുടുംബ പ്രാർത്ഥനയാണ് ആ കുടുംബത്തെ ഒരുമിപ്പിച്ച് കൂട്ടുന്നത് എന്നുള്ളതാണ് സിനഡിൽ വെച്ച് ആ കർദിനാൾ പറയാൻ ഇടവന്നത്. അപ്പൊ നമുക്ക് ഒരു ആത്മീയ പാരമ്പര്യമുണ്ട്. ആ ഒരു ആത്മീയ പാരമ്പര്യം എന്നാൽ ഞാനും എന്റെ കുടുംബവും അടങ്ങുന്നൊരു ലോകമല്ല എനിക്കുള്ളത്. എന്റേത് ചുറ്റുപാടും ഉള്ള ഒരു ബന്ധം കൂടിയുണ്ട്. അയലത്തെ വീട്ടിൽ തീ പുകയുന്നില്ല എങ്കിൽ അത് പുകയില്ലാത്ത അടുപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ലോകമല്ല ഞാൻ ഉണ്ടാക്കേണ്ടത്. മറിച്ച് എന്റെ അയൽബന്ധത്തിൽ, എന്റെ അയൽ വീട്ടിൽ അനുഭവിക്കുന്ന സങ്കടങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, അവരോട് ഞാനും പങ്കുചേരാൻ കഴിയുന്ന ഒരു ബന്ധം നമ്മുടെ നാട്ടിലുണ്ടാകണം. ഇത് തന്നെയാണ് നസ്രത്തിൽ രൂപപ്പെട്ടത്. അതുകൊണ്ടാണ് യൗസേപ്പിതാവും മാതാവും ഉണ്ണിയേശുവും ചുറ്റുപാടുമുള്ള എല്ലാ വീടുകളും കൂടി വീട്ടുകാരോടൊപ്പം ജെറുസലേം ദേവാലയത്തിലേക്ക് പോവുക. ഈ ഒരു ആത്മബന്ധം നമ്മുടെ കുടുംബങ്ങളിൽ രൂപപ്പെടുക. അതായത് ചുറ്റുപാടുമുള്ള എല്ലാ കുടുംബങ്ങളുമായിട്ടും ഒരാത്മബന്ധം. അടുത്ത ദിവസങ്ങളിൽ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരമ്മ പള്ളിയിൽ അച്ഛന്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, എവിടെ പോകാനാ? ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന പെൺകുട്ടിയാണ്, എവിടെ പോകാനാ? അതുകൊണ്ട് വരും, കാത്തിരിക്കാം. വൈകുന്നേരമായി കാണാതായപ്പോൾ അമ്മയുടെ മൊബൈലിലേക്ക് ഒരു വിളി വന്നു, മകൾ പോലീസ് സ്റ്റേഷനിലുണ്ട്. ചെന്നു അന്വേഷിച്ചു. മകൾ വേറൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയതാണ്. ഒളിച്ചോടിപ്പോയപ്പോൾ അവരെ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പോക്ക് എന്ന് പറയുന്നത് ഒരു പക്ഷെ എങ്ങനെയായിരിക്കും? അന്ന് യേശുവിനെ കാണാതായപ്പോൾ അവർക്കറിയാം, യേശുവിനെ കാണാതായാൽ കണ്ടുകിട്ടാനുള്ള ഏക സ്ഥലം അത് ജെറുസലേം ദേവാലയമാണ്. ഇതുപോലെ പോലീസ് സ്റ്റേഷനോ മറ്റ് സ്ഥലങ്ങളോ ഒന്നുമല്ല. അതാണ് ആ ആത്മബന്ധത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. അപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്, എല്ലാ ബന്ധങ്ങളുമായി, എല്ലാ കുടുംബ ബന്ധങ്ങളുമായി, നല്ല അയൽവാസികളുമായി ഒരു വലിയ ആത്മബന്ധം ജെറുസലേമിൽ ഈ നസ്രത്തിലെ കുടുംബത്തിനുണ്ടായിരുന്നു.
അത് തന്നെയാണ് നസ്രത്തിലെ കുടുംബത്തിന്റെ വലിയ വിജയം. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലും രൂപപ്പെടേണ്ടത് ഈ അയൽബന്ധങ്ങളുമായിട്ടുള്ള ഒരു ആത്മബന്ധം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളുമായിട്ടുള്ള ഒരു വലിയ ആത്മബന്ധം രൂപീകരണം. അടുത്തൊരു കാര്യം, യേശുവിനെ കാണാതാകുമ്പോൾ കണ്ടുകിട്ടുന്നത് ജെറുസലം ദേവാലയത്തിലാണ്. ദേവാലയത്തിൽ വേദശാസ്ത്രികളോടൊപ്പം തർക്കിച്ചിരിക്കയാൽ എന്നാണ് വാക്കുകൾ ബൈബിളിൽ പറയുക. ഒരു തർക്കം എന്നുള്ളത് കൊണ്ടൊരു വലിയ ചോദ്യങ്ങളോ വലിയ ഉത്തരങ്ങളോ അല്ല അവിടെ നമ്മൾ കാണേണ്ടത്, മറിച്ച് അവരോടുള്ള ഒരു സംഭാഷണം. അവിടെ യേശുവുണ്ട്, അവിടെ ദൈവത്തിന്റെ പുത്രന്റെ ചിത്രം ആ വേദശാസ്ത്രികൾ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോ യേശുവിനെ കാണാതാകുമ്പോൾ കണ്ടെത്തുന്ന ഒരു ഇടം അത് ദേവാലയമാണ്. ആ ദേവാലയത്തോടുള്ള വലിയൊരു ആത്മബന്ധം അതാണ്. അത് കഴിഞ്ഞ് യാത്രയാകുന്നു യേശു ഔസപിതാവിനോടും മാതാവിനോടുമൊപ്പം. ആ യാത്രയിൽ മനോഹരമായി ബൈബിളിൽ അവസാനത്തെ വരികൾ ഇങ്ങനെയാണ് നമ്മൾ കാണുക. ഈ 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ വരികൾ, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. അവരോടൊപ്പം നസ്രത്തിൽ പോയി യേശു ജീവിച്ചത് എങ്ങനെ എന്നുള്ളതാണ് ഈ മനോഹരമായ വാചകത്തിൽ പറയുക. യേശു ജ്ഞാനത്തിൽ പ്രായത്തിൽ, നമുക്കറിയാം ജ്ഞാനം വിജ്ഞാനം രണ്ടും രണ്ട് വാക്കുകളാണ്. ജ്ഞാനം എന്നതിന്റെ ഇംഗ്ലീഷ് വിസ്ഡം എന്നുള്ളതാണ്, വിജ്ഞാനം എന്നുള്ളതിന് നോളജ് എന്നുള്ളതാണ്. രണ്ടിന്റെയും അർത്ഥം അറിവ് എന്ന് തന്നെ. പക്ഷെ രണ്ട് അറിവുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ജ്ഞാനം എന്നാൽ, വിസ്ഡം എന്നാൽ ദൈവവുമായി ഉള്ള ഒരു ആത്മബന്ധത്തിൽ നിന്ന് കിട്ടുന്നതിനെയാണ് അറിവ് എന്നതുകൊണ്ട്, ഈ അറിവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ വിജ്ഞാനം എന്ന് വെച്ചാൽ നമ്മുടെ പുസ്തകത്താളുകളിൽ നിന്നുമൊക്കെ നമ്മൾ നേടിയെടുക്കുന്ന അറിവാണ് വിജ്ഞാനം, നോളജ് എന്നുള്ളത്. GK ജനറൽ നോളജ് എന്ന് പറയും. ജനറൽ വിസ്ഡം എന്നല്ല നമ്മൾ പറയുക. ഭാരതീയ പാരമ്പര്യമാണ് ഇത് നമ്മളെ പഠിപ്പിക്കുക. ഭാരതീയ പാരമ്പര്യത്തിൽ ആചാര്യന്മാര് ഏകാന്തതയിൽ പോയി, പ്രത്യേകിച്ച് വനാന്തരങ്ങളിലൊക്കെ പോയി തപസ്സിരുന്ന് ഈശ്വരനുമായുള്ള ഒരു ആത്മബന്ധത്തിൽ നേടിയെടുത്ത ഒരു അറിവുണ്ട്. അതുകൊണ്ടാണ് ഭാരതം എന്ന വാക്ക് തന്നെ നമ്മിലേക്ക് വരിക. ഹ എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ ജ്ഞാനം എന്നർത്ഥം. രഥം എന്നുള്ളത് രതി എന്ന വാക്കിൽ നിന്നാണ്. രതി എന്ന് വെച്ചാൽ ആസക്തി, ജ്ഞാനം നേടാൻ ആസക്തി ഉള്ളവരുടെ നാട്, അതാണ് ഭാരതം. ഇവിടെ യേശു ജ്ഞാനത്തിൽ വളർന്നു വന്നു, വിജ്ഞാനത്തിൽ വളർന്നു വന്നു എന്നല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. യേശു ജ്ഞാനത്തിൽ വളർന്നു വന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരനുമായി, പിതാവായ ദൈവവുമായിട്ടുള്ള വലിയൊരു ആത്മബന്ധത്തിൽ യേശു വളർന്നു. പ്രായത്തിനനുസരിച്ച് ഈ പിതാവായ ദൈവവുമായിട്ടുള്ള ഒരു വലിയ ബന്ധത്തിൽ വളർന്നു. നമ്മുടെ മക്കളൊക്കെയും ഈ ഒരു ജ്ഞാനത്തിൽ വളരാൻ സാധിക്കണമെന്നുള്ളതാണ്. വിജ്ഞാനം ആവശ്യമാണ്, എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി ഈശ്വരനുമായുള്ള, ദൈവവുമായിട്ടുള്ള, പിതാവായ ദൈവവുമായി യേശു ഉണ്ടാക്കിയെടുത്ത ഒരു ആത്മബന്ധമുണ്ട്. ഈ ഒരു ആത്മബന്ധത്തിൽ വളരാനിടയാകുമ്പോൾ വഴി മാറി നമ്മുടെ മക്കൾ സഞ്ചരിക്കും. അപ്പോ മൂന്നാമത്തെ ഒരു പോയിന്റ് അതാണ്. അച്ഛനൊരു പള്ളിയില് വികാരിയായിരിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ ഒരു നേന്ത്രവാഴ പദ്ധതി എന്ന പേരിൽ ഒരു പുതിയ പരിപാടി തുടങ്ങി. പരിപാടി ഇതായിരുന്നു: ഒരു വീടിന് ഒരു ഏത്തവാഴ, ഒരു നേന്ത്രവാഴ കണ്ണ് നൽകും. അത് കുഴിച്ചിട്ട് അതിനെ വളർത്തി പരിപാലിച്ച് ഏറ്റവും നല്ല വാഴക്കൊല, ആ ഇടവകയിൽ ഏറ്റവും നല്ല വാഴക്കൊലയ്ക്ക് 10,000 രൂപ സമ്മാനം നൽകുന്ന ഒരു പദ്ധതി. അന്ന് മന്ത്രിയും പിതാക്കന്മാരൊക്കെ വന്ന് പങ്കെടുത്ത ഒരു ഉദ്ഘാടന പരിപാടിയായിരുന്നു അത്. അങ്ങനെ എല്ലാ വീടുകളിലേക്കും വാഴക്കണ്ണ് നൽകി. എല്ലാ വീടുകളിലും കൃത്യം പറഞ്ഞ ദിവസം 2 മണി സമയത്ത് പള്ളിമണി മുഴങ്ങി. ആ പള്ളിമണി മുഴങ്ങിയപ്പോൾ എല്ലാ വീടുകളിലും അതേ സമയത്ത് തന്നെ വാഴക്കണ്ണ് നട്ടു. അത് വളർന്നു, പരിപാലിച്ചു. പള്ളിയിലും പിതാവ് തന്നെ വാഴക്കണ്ണ് നട്ടു, വളർന്നു. അച്ഛനും അതിനെ ഭയങ്കരമായി പരിപോഷിപ്പിച്ചു. കാരണം
10,000 രൂപ സമ്മാനം പള്ളിയിലേക്ക് തന്നെ വാങ്ങിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹത്താൽ ഞാനും അതിന് വളവും എല്ലാം ഇട്ടുകൊടുത്തു. പല വീടുകളിലും കുഞ്ഞുങ്ങളാണ് ഇതിന്റെ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്തത്. അവർക്ക് കഴിക്കാൻ കൊടുക്കുന്ന കോംപ്ലാൻ പോലും ചിലപ്പോൾ കുട്ടികൾ കൊണ്ടുവന്ന് ഈ വാഴ നട്ടെടുത്ത് ഇടുമെന്നാണ് പറയുക. കാരണം അത്രയേറെ ഈ വാഴയെ പരിപോഷിപ്പിച്ച് വളർത്തി പരിപാലിച്ചു പോന്നു. പള്ളിയിലെ വാഴയും നന്നായി വളർന്നു. എല്ലാ ദിവസവും പള്ളിയിൽ വരുന്ന ആളുകള് വാഴയിലേക്ക് നോക്കും. നല്ല വളർച്ച, ഇലകൾ ഉണ്ടായി. ഇത് വളരുന്നത് കണ്ട് ആളുകൾ പരസ്പരം പറയും, 10,000 രൂപ മിക്കവാറും അച്ഛൻ തന്നെ സമ്മാനമായി കൊണ്ടുപോകും. നാളുകൾ കഴിഞ്ഞു. ഞാനൊരു യാത്ര പോയി തിരിച്ചു വന്നപ്പോൾ പള്ളിയുടെ മുറ്റത്തെത്തിയപ്പോൾ ഞാൻ കൈക്കാരന്മാരോട് ചോദിച്ചു, നമ്മുടെ വാഴ എന്തു പറയുന്നു? അപ്പോ കൈക്കാരന്മാർ എന്നോട് പറഞ്ഞ, അച്ഛന്റെ വാഴ കൂമ്പുറ്റിപ്പോയി. എനിക്ക് സങ്കടം തോന്നിപ്പോയി. കാരണം ഇത്രയേറെ വളർത്തി പരിപാലിച്ച് കൊണ്ടുപോകുന്ന എന്റെ വാഴ സമ്മാനം വാങ്ങണമെന്നുള്ള ലക്ഷ്യത്തിൽ വളർത്തി പരിപാലിച്ച വാഴ കൂമ്പുറ്റിപ്പോയി എന്ന് കേട്ടപ്പോ ഒരു സങ്കടം വന്നുപോയി. ഒത്തിരിയേറെ മാതാപിതാക്കൾ ഇതുപോലെ സങ്കടപ്പെടുന്നു. അതായത് മക്കളെ വളർത്തി പരിപാലിച്ച് ഇതുപോലെ കൊണ്ടുവന്ന് ആ അവസ്ഥയിൽ കൂമ്പുറ്റിപ്പോകുന്ന ഒരവസ്ഥ പേറുന്നവരുണ്ട്. സാമുവേലിന്റെ 1-ാമത്തെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, ഏലിയുടെ മക്കൾ ദുർമാർഗികളും ദൈവഭയമില്ലാത്തവരുമായിരുന്നു. ഏലി തന്റെ മക്കളെക്കുറിച്ചോർത്ത് വിലപിച്ചതാണ്. ഏലിയുടെ മക്കൾ ദുർമാർഗികളും ദൈവഭയമില്ലാത്തവരുമായി തീർന്നു. ഒട്ടേറെ മാതാപിതാക്കള് തന്റെ മക്കളെ ഓർത്ത് ഇതുപോലെ വേദനിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, ഇന്ന് അവരെന്നോട് മത്സരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിൽ 1-ാം അധ്യായം 2-ാം വാക്യം നമ്മൾ കാണുന്നത് ഇതാണ്. ഒട്ടേറെ മാതാപിതാക്കള് മക്കളെ ഓർത്ത് വിലപിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. അവിടെയാണ് യേശു, ബാലനായ യേശു വലിയൊരു ഉദാഹരണമായി, വലിയൊരു മാതൃകയായി, വലിയൊരു ശക്തിയായി നമുക്കുള്ളത്. അപ്പോൾ മാതാപിതാക്കളെ അനുസരിച്ച് ചുറ്റുപാടുമുള്ള എല്ലാവരോടും ഏറെ സ്നേഹത്തോടെയും വലിയ വാത്സല്യത്തോടെയും കണ്ടൊരു സ്നേഹ അന്തരീക്ഷം വാർത്തെടുക്കുന്ന കുടുംബങ്ങളാണ് ഈശോയുടെ തിരുക്കുടുംബത്തിന് സദൃശമായ കുടുംബം. അതാണ് സ്വർഗം എന്ന് ഭൂമിയിൽ നമ്മൾ വിളിക്കുന്ന കുടുംബം. അങ്ങനെ ഒരു കുടുംബത്തെ വാർത്തെടുക്കാൻ, ഈശോയുടെ തിരുക്കുടുംബത്തോട് ചേർന്നുള്ള ഒരു കുടുംബത്തെ വാർത്തെടുക്കാൻ വിശുദ്ധ യൗസേപ്പിതാവും പരിശുദ്ധ അമ്മയും ഈശോയും നമുക്ക് അനുഗ്രഹം ചൊരിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം. സ്നേഹപിതാവായ ദൈവമേ, തിരുക്കുടുംബത്തിന് സദൃശമായ ഒരു കുടുംബാന്തരീക്ഷം ഞങ്ങൾക്ക് നൽകണമേ. അവിടെ സ്നേഹം വേണം, സന്തോഷം വേണം, സമാധാനം വേണം, ആത്മീയ അന്തരീക്ഷം വേണം. ചുറ്റുപാടുമുള്ള എല്ലാവരോടും, ബന്ധുമിത്രാദികളോടും, പ്രിയപ്പെട്ടവരോടും, ദേവാലയത്തോടും ചേർന്നുള്ള ഒരു നല്ല കുടുംബം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ദൈവമേ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അനുഗ്രഹം ചൊരിയണമേ. ആമേൻ. മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ധരയിൽ നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവ